അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് വീടും അതേപോലെ തന്നെ ജോലിയും കുട്ടികളുടെ കാര്യങ്ങളും അല്ലാതെ നമ്മളുടെ കാര്യങ്ങളും ഒക്കെ കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് യൂഷ്വലി നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം, അതേസമയം തന്നെ ജോലിയും ഒരു സ്ട്രെസ്ഫുൾ അല്ലാതെ നമുക്ക് മുന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുഞ്ഞു ടിപ്സാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ലൈഫ് കുറച്ച് ഈസിയറും സ്മൂത്തും ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഇത് നമ്മളെ ലൈഫിലേക്ക് കുറച്ച് ഡിസിപ്ലിൻ കൊണ്ടുവരും. അതേപോലെ തന്നെ നമ്മൾക്ക് കുറച്ചും കൂടി സമയം ഒരു ദിവസം കിട്ടുന്നതായിട്ട് തോന്നും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഗോൾസ് എന്തൊക്കെയാണ്, നമ്മൾ അന്നൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ആ ഒരു ഗോളിലേക്ക് നമ്മളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. സ്വന്തം കാര്യം നോക്കാൻ മറന്നു പോകരുത്. ഇപ്പം നമ്മളിന്ന് ജസ്റ്റ് ഒരു ഹെയർ കെയർ ചെയ്യുന്നുണ്ട്, കാരണം ഒരുപാട് ജോലിയും കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സത്യം പറഞ്ഞാൽ പലതും ഞാൻ മറന്നു പോകാറുണ്ട്. അപ്പം അങ്ങനെ മറന്നൊരു കാര്യമാണ് ഈ ഒരു ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് മുന്നേത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ ഒരു ഹെയർ മാസ്കിനെ കുറിച്ചിട്ട്. ഞാനിന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇതുവരെ ട്രൈ ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ട്രൈ ചെയ്യാം. നമ്മൾ നല്ലോണം ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ ഈ ഒരു മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും നമുക്ക് സ്മൂത്താക്കാനും നോറിഷ് ചെയ്യാനും ഒരു മോയ്സ്ചർ എഫക്റ്റ് കൊടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഇതിലൊരു സെൽഫ് ഹീറ്റിംഗ് മാസ്ക് ഉണ്ട്. അതായിരുന്നു സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയാത്തത്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, കേൾക്കുകയാണ്. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നല്ലോണം നമ്മൾ റൂട്ട് ടു ടിപ്പ് വരെ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ മാസ്ക് ആ ഒരു ഇതിൽ 2 പാർട്ടായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പാക്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ബീബ്ലെൻഡിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്, നൈക്കയിൽ അവൈലബിൾ ആണ്. ബീബ്ലെൻഡിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മളുടെ കോഡ് ഇന്ദു 2023 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ 20% ഓഫും കൂടെ നമുക്കിതിന് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് തേച്ചിട്ട് ഈ ഒരു സെൽഫ് ഹീറ്റിംഗ് മാസ്ക് വെച്ച് നല്ലൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ. അതിന് ചെറിയൊരു ചൂട്, ഒരു ഇളം ചൂടെന്ന് പറയില്ല, ആ ഒരു ചൂടുണ്ടായിരുന്നു. അതിലൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയൊരു ഫീലാണ്. അതിന് ശേഷം ആ ഒരു മാസ്ക് നമ്മൾ 5 മിനിറ്റ്സ് അതുപോലെ ലീവ് ചെയ്യണം. അതേപോലെ ബീബ്ലെൻഡിൻ്റെ സൈറ്റിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളുടെ ഓർഡർ ഒരു വുമണുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അവരെ എംപവർ ചെയ്യാനായിട്ടും യൂസ് ചെയ്യും. അപ്പോൾ ഇത് എനിക്കൊരു പുതിയൊരു ഇതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മാസ്ക് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 5 മിനിറ്റ്സ് ലീവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മളെ ജോലികളും കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം, നമ്മളുടെ ഹെയർ കെയറും സെൽഫ് കെയറും നടന്നോളും കൂട്ടത്തിൽ. പലപ്പോഴും നമ്മൾ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് മൾട്ടി ടാസ്കിങ്. വീട്ടിലെ പണി കാരണം എനിക്ക് എന്നെ നോക്കാൻ പറ്റിയില്ല എന്ന് പലവരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പം നമ്മളെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വീട്ടിലിരിക്കുന്നത് നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാൻ എന്നുള്ളത്. വീട്ടിലിരിക്കുമ്പോഴും നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ടും നമ്മളുടെ ഒരു റൈറ്റിംഗ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ നാളെ എന്താ ഫുഡ് ഉണ്ടാക്കുന്നതെന്നൊരു ചെറിയൊരു പ്ലാനിങ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഡിഫറൻസ് നമ്മളെ മൈൻഡിലും നമ്മളെ മനസ്സിനും ഒന്നും കൂടി ഫ്രഷ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് നല്ലൊരു മീൽ പ്ലാൻ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മൾ വീട്ടിൽ പച്ചക്കറികളും സാധനങ്ങളൊക്കെ നന്നായി സോർട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി, ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ദി ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ജോലിയായി മാറും. കൂടാതെ നമുക്ക് നമ്മളുടെ സമയവും പൈസയും ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും. പലപ്പോഴും ഇങ്ങനെ ഒരു കുക്ക് ചെയ്യണ്ടേന്ന് വിചാരിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറുണ്ട്. അത് നമുക്കൊരു പരിധി വരെ കുറയ്ക്കാനായിട്ടും പറ്റും. അതേപോലെ തന്നെ ഹെൽത്തി മീൽസിലേക്ക് സ്റ്റിക്ക് ചെയ്യാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം നമുക്ക് വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റൈറ്റായിട്ടുള്ള കുറച്ച് ഗാഡ്ജറ്റ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്.
പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനം കുറേ എണ്ണം വാങ്ങിയിട്ട് നമ്മൾ ചുമ്മാ വേസ്റ്റ് ആക്കുക ആ ഒരു പൈസ. പകരം നമ്മളുടെ ആവശ്യമുണ്ടോ എന്നും പലപ്പോഴായി ചെക്ക് ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രം ഒരു സാധനം വാങ്ങുക. അത് നമ്മൾ റൈറ്റായിട്ട് അതിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഒരുപാട് ലാഭമാണ്, പൈസ ലാഭമാണ്. അപ്പം എപ്പോഴും ഇതുപോലത്തെ പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമ്മൾക്ക് ആവശ്യമാണോ, നമ്മളത് യൂസ് ചെയ്യുമോ എന്ന് നോക്കിയിട്ട് മാത്രം ചിലവാക്കേണ്ടതാണ്. അതിപ്പം നമുക്കിപ്പം ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മളുടെ ഇതേപോലെ വീട് തുടയ്ക്കാനാണെങ്കിൽ തൊട്ട് നമ്മൾ അടുക്കളയിൽ ഈച്ച് ആൻഡ് എവരിത്തിങ്ങിന് മെഷീൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടും വാങ്ങാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സാണ് ഇതിൽ കാണിക്കുന്നത്. എനിക്ക് ശരിക്കും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ്. എനിക്ക് കിച്ചണിലൊക്കെ സമയം ലാഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുട്ടികൾ വീട്ടിൽ ഉള്ളവർക്ക് അറിയാം, നമ്മൾ എത്ര ഓർഗനൈസ് ചെയ്താലും നമ്മൾ എത്ര പീസ്ഫുള്ളായിരുന്നാലും എന്തെങ്കിലും ഒരു വഴിയിൽ നമ്മളെ പീസ് തകർക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് എൻ്റെ പീസ് പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബെഡ്ഷീറ്റ് എത്ര വൃത്തിയാക്കി വെച്ചാലും അത് വൃത്തികേടാവുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ എല്ലാം മിനിമലാക്കിയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ പുറത്ത് മടക്കി വെക്കുന്നതിന് പകരം അവർക്ക് കിട്ടാത്ത രീതിയിൽ നമ്മൾ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പീസ്ഫുൾ മൈൻഡിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും അത്. അതേപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ ബെറ്റർ ഇതുപോലത്തെ കട്ടിയുള്ള ബെഡ്ഷീറ്റ് യൂസ് ചെയ്യായിരിക്കും നല്ലത് ബെഡ്ഷീറ്റായിട്ട്. കാരണം അത് എത്ര ചാടിയാലും അത് നമ്മളെ ബെഡിൽ നിന്ന് ഊരി പോവാത്ത രീതിയിലുള്ളതാവും. അതേപോലെ തന്നെയാണ് ഇതുപോലത്തെ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാനാണെങ്കിൽ അധികം നമ്മൾ ടെക്കിൻ ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം അത് എത്ര ചാടിയാലും അതങ്ങനെ ഊരിപ്പോവാത്ത രീതിയിൽ ടക്കിൻ ചെയ്യായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മളെ ബെഡ്റൂമും ബെഡ്ഷീറ്റൊക്കെ നീറ്റായിട്ടിരിക്കും. അടുത്തത് നമ്മൾക്ക് കുട്ടികളുള്ള വീട്ടിലുള്ള പ്രശ്നമാണ് ടോയ്സ്. എത്രയൊക്കെ ഓർഗനൈസ് ചെയ്താലും അവിടെ കിടക്കാറുണ്ടാവും. ഇതുപോലത്തെ ഒരു നല്ലൊരു ഓർഗനൈസറിൽ വേണമെങ്കിൽ വാങ്ങി വെക്കാം. അല്ല ഇത്രയും വലുത് വേണ്ട, ഇങ്ങനത്തെ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് സാധാരണ നമ്മൾ ഈ ആമസോണിൽ നിന്നും ഒക്കെ വാങ്ങുന്ന കാർഡ്ബോർഡ് ബോക്സസ്. അത് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് അതിൽ സാധനം നിറച്ച് വെക്കാം. അല്ല ഇതിനെ ഭംഗിയാക്കണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നല്ല പേപ്പേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് ഭംഗിയാക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലത്തെ ബോക്സിനൊക്കെ ഊരാൻ പറ്റുന്ന ഒരു എഡ്ജ് ഉണ്ടാവും. ആ ഒരു എഡ്ജ് മാത്രം നമുക്ക് ഇതുപോലെ ഊരിയെടുത്തിട്ട് നേരെ തിരിച്ചിട്ട് ഇതിനെ ഒട്ടിക്കുക. അപ്പം ഒരു ഭാഗം നല്ല നീറ്റായിട്ട് ഒരു എഴുത്തൊന്നും ഇല്ലാത്ത നല്ല നീറ്റായിട്ടുള്ളൊരു ഭാഗം നമുക്ക് കിട്ടും. എന്തായാലും ഇത് ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് പൊട്ടിപ്പോവും. അപ്പം അതുവരെ നമുക്കിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ വൃത്തിക്ക് ഇതെങ്ങനെ ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇതുപോലെ 2 ബോക്സ് ആണ് ഞാനിപ്പോൾ ചെയ്തെടുത്തത്. നമ്മളെ കയ്യിൽ ഒരുപാട് ബോക്സ് ഉണ്ടാവും. ഇതുപോലത്തെ ഏത് വലിയ ബോക്സും നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ടോയ്സോ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മളെ വീട്ടിൽ എല്ലാ സ്ഥലവും ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ വീട്ടിൽ ഷൂ റാക്ക്. ഡെയിലി ഷൂസ് എടുക്കും, അതിങ്ങനെ മെസ്സായി പോകും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ചെരുപ്പുകൾ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ചെരുപ്പ് നമുക്ക് മാറ്റി വെക്കുകയോ ചെയ്യാം. ഇതിലൊക്കെ കുട്ടികൾ അധികം യൂസ് ചെയ്യാത്ത ചെരുപ്പുകളാണ് പലപ്പോഴും പുറത്ത് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നത്. അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. അതേപോലെ ഇതുപോലത്തെ സ്ലിപ്പേഴ്സൊക്കെ ഇങ്ങനെ നമുക്ക് വളരെ ചെറിയ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെ വെക്കാവുന്നതാണ്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടും. അല്ലാതെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ ഡബിൾ ഡക്കർ പോലെ വെക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം ആമസോണിൽ കാണാറുണ്ട്. അടുത്ത ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഗനൈസ് ചെയ്യാനും അതേപോലെ ഓർഗനൈസ് ചെയ്ത് നമ്മൾ മടുക്കുന്ന ഒരു കാര്യമാണ് തുണികൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു തുണി നമ്മൾ വേണ്ടാത്തതുണ്ടെങ്കിൽ അതെടുത്ത് കളയാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാം നമ്മൾ പിന്നെയും എടുത്ത് വെക്കാറുണ്ട്. ഈ ഒരു തോർത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ കളയാറായിട്ടുണ്ട്, എന്നാലും നമ്മളത് എടുത്ത് മടക്കി അവിടെ വെക്കും. അപ്പോൾ അങ്ങനത്തതൊക്കെ നമ്മൾ മടക്കുന്ന സമയത്ത് തന്നെ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ദിവസം കണ്ടെത്തി നമ്മളെ സമയം മൊത്തം അതിൽ കൊണ്ടുപോയിട്ട് കളഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ മടക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ ഡ്രസ്സുകളൊന്നും ഇപ്പം
ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഞാനത് അപ്പം തന്നെ മാറ്റി വെക്കാറുണ്ട്. പറയുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ ഒരുപാട് കാലം ഇങ്ങനെ വെച്ച് കുട്ടികൾക്ക് ചെറുതായി പോകും. ഇതൊക്കെ നമ്മളെ ഡ്രസ്സിനേക്കാൾ കൂടുതൽ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. 2 മാസം കഴിയുമ്പോഴത്തേക്കും സൈസ് ചേഞ്ച് ആവുകയാണ്. അപ്പം അങ്ങനത്തെ ഇതൊക്കെ ഞാൻ അപ്പം ക്ലിയർ ചെയ്ത് പോവാറുണ്ട്. ഇതുപോലെ വേസ്റ്റ് വരുന്ന ക്ലോത്തും നമ്മളങ്ങനെ ഒന്നായിട്ടെടുത്ത് കളയാൻ നമുക്ക് തോന്നൂലല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ തോർത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് പിന്നെയും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് റീയൂസ് ചെയ്യാം. ഇങ്ങനത്തെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നന്നായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനും വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഈ ഒരു തോർത്തുനിന്ന് എനിക്ക് 8 ഇതുപോലത്തെ ഒരു പീസ് ക്ലോത്താണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കിച്ചണിലൊക്കെ ഇതുപോലെ വെള്ളമൊക്കെ സ്പില്ലായി പോയിട്ടുണ്ടെങ്കിൽ തുടയ്ക്കാനും അതേപോലെ തന്നെ ഫ്ലോറ് തുടയ്ക്കാനും വെള്ളം വീണ് കഴിഞ്ഞ സ്ഥലങ്ങളിൽ വെക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടി ആണ് ഇതുപോലെ റീയൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വേസ്റ്റ് ആവുന്ന ഒരു കാര്യമാണ് ബേക്കറി ഐറ്റംസ്, അതുപോലത്തെ സ്നാക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങി കൊണ്ടുവയ്ക്കും. നമ്മളത് കാണൂല, മറന്നു പോവും. അപ്പോൾ ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു ബോക്സിൽ ഫുൾ സ്നാക്ക് ഐറ്റം ഒരൊറ്റ ബോക്സിലാക്കിയിട്ടാണ് എടുത്ത് വെക്കാറുള്ളത്. ഒന്നാമത് ബേക്കറി ഐറ്റംസ് മിനിമമാണ് വാങ്ങുന്നത്, അതൊക്കെ ഒരു ബോക്സിലാക്കി വെക്കും. അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ കണ്ട് എടുത്ത് കഴിക്കുകയും ചെയ്യും. പിന്നെ ഇതുപോലത്തെ യൂസ്ഡ് ആയിട്ടുള്ളതും യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള നമ്മളുടെ കവറുകൾ, ഓരോരോ സാധനം വാങ്ങിയിട്ടുള്ള ന്യൂഡിൽസോ അങ്ങനത്തേതൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ടാണ് വെക്കാറുള്ളത്. അങ്ങനെ ആവുമ്പോൾ ഒന്നും പിന്നെ മിസ്സായി പോവാറില്ല. നമ്മളത് ആ ഒരു ടൈമിന് മുന്നേ ആയിട്ടത് യൂസ് ചെയ്യും. അതേപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് പൊടികൾ തപ്പി എപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന പൊടികളൊക്കെ ഒന്നെങ്കിൽ മസാല ബോക്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു നമ്മളുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതുപോലത്തെ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തപ്പി നടക്കാറായിരിക്കും. പലതും പല കുപ്പികളിലായിരിക്കും. അതൊക്കെ ഒരേപോലെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഡെയിലി നമ്മൾ കൈ വെക്കുന്നു എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ വൃത്തിയാക്കി വെക്കേണ്ടത്, എല്ലാ ഏരിയയും പറ്റിയിട്ടില്ലെങ്കിൽ. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളൊരിക്കലും സ്ട്രെസ് ചെയ്തിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ സ്ട്രെസ് ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് ഫീൽ അടിക്കുക. നമ്മൾ ദേഷ്യപ്പെടും. നമ്മളുടെ ആ ഒരു പീസ്ഫുൾ മൈൻഡ് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി വരും. നമ്മൾ ഓക്കെയാണ്, നമുക്ക് ചെയ്യാൻ ഓക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു കാര്യം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മളും ഹാപ്പി, ചുറ്റുമുള്ളവരും ഹാപ്പി. ഈ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.